ഓക്കെ, ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് 2014 JSO ഹെൽത്ത് സർവീസിലേക്കുള്ള JSO പോസ്റ്റിങ്ങിന്റെ MCQ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ബയോകെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം തന്നെ കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ്, 1-2 ജനറൽ ക്വസ്റ്റ്യൻസ് കൂടി അതിൽ വരുന്നുണ്ട്. സോ അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ച്വലി ഇത് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതിലൊരു നമുക്ക് കുറെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓട്ടോ അനലൈസേഴ്സ് ഇൻ ക്ലിനിക്കൽ ലബോറട്ടറി എംപ്ലോയ്സ് kinetic analysis, endpoint analysis, qualitative analysis and none of the above. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക, നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഈ ഓരോ ക്വസ്റ്റ്യനും സോൾവ് ചെയ്തുകൊണ്ട് പോകും. അറൌണ്ട് 30 ക്വസ്റ്റ്യൻസ് ആണ് ഈ ടോപ്പിക്കിൽ വരുന്നത്. സോ നിങ്ങളിത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ആൻസർ ചെയ്യുന്നത് തെറ്റായി പോയാലും നോ ഇഷ്യൂസ്, നമുക്കിത് സോൾവ് ചെയ്ത് പഠിക്കാനാണ് നമ്മൾ ഇന്ന് ഈ ഒരു ലൈവ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്താണ് കൈനറ്റിക് അനാലിസിസ് എന്നും, എന്താണ് എൻഡ് പോയിന്റ് അനാലിസിസ് എന്നും, എന്താണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്നും നമുക്കറിയണം. നമുക്ക് ഓരോ ക്വസ്റ്റിനും ആ രീതിയിൽ സോൾവ് ചെയ്ത് പോവാം. അപ്പൊ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും. ഓട്ടോ അനലൈസേഴ്സ് ഇൻ ക്ലിനിക്കൽ ലബോറട്ടറി എംപ്ലോയീസ് എന്ന് പറയുന്നില്ല, എംപ്ലോയ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യനിലൂടെ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യനിലെ ഓരോ വേർഡ് ബൈ വേർഡ് നമ്മൾ പോകണം. ഓട്ടോ അനലൈസേഴ്സ് ഇൻ ക്ലിനിക്കൽ ലബോറട്ടറി എംപ്ലോയ് എന്നുള്ള ക്വസ്റ്റ്യനിൽ വരുമ്പോൾ അതിന്റെ ആൻസർ ഒന്ന് മാത്രമാണ്. എംപ്ലോയ്സ് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ബോത്ത് A and B, ബോത്ത് A and C, അല്ലെങ്കിൽ ഓൾ ദ എബോ എന്നുള്ളതിനുള്ള ആൻസറിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു S വരുമ്പോൾ നമ്മുടെ ഓപ്ഷൻസിന് അങ്ങനെ ക്വസ്റ്റ്യനിൽ വെരിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഓരോ വേർഡ് ബൈ വേർഡും നോക്കണം. ഓട്ടോ അനലൈസിസ് ഇൻ ക്ലിനിക്കൽ ലബോറട്ടറി എംപ്ലോയ് എന്ന് മാത്രമേ ഇവിടെ ചോദിക്കുന്നുള്ളൂ. സോ 4 ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്: കൈനറ്റിക് അനാലിസിസ്, എൻഡ് പോയിന്റ് അനാലിസിസ്, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആൻഡ് നൺ ഓഫ് ദ എബോ. ഏതായിരിക്കും ആൻസർ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ. നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യാം. ആരും റെസ്പോണ്ട് ചെയ്യാതിരിക്കരുത്. തെറ്റിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, നോ ഇഷ്യൂസ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യാം. ഡ്യൂറിങ് എക്സാം അല്ലെങ്കിൽ എക്സാം ഹാളിൽ മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യാൻ പാടില്ല. ഏതായിരിക്കും? ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണോ? ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓപ്ഷനിൽ ഇല്ല, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ് പറയുന്നത്. കൈനറ്റിക് ആണോ സർ? നമ്മുടെ PSCയുടെ ഇത് ഓൾറെഡി കഴിഞ്ഞ 2014 ഏകദേശം 10 വർഷം മുമ്പ് കഴിഞ്ഞ എക്സാമിന്റെ ലാസ്റ്റ് ഒരു JSO എക്സാം നടന്നത് അന്നായിരുന്നു. അപ്പോൾ ആ എക്സാമിന് 197/2014 എന്നുള്ള ഒരു കാറ്റഗറി നമ്പറിലായിരുന്നു ആ എക്സാം നടന്നത്. ആ എക്സാമില് ആൻസർ കീ കൈനറ്റിക് അനാലിസിസ് എന്ന് തന്നെ ആയിരുന്നു ഓപ്ഷൻ അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി ഓട്ടോ അനലൈസേഴ്സ് ഇൻ ദ ലബോറട്ടറി എംപ്ലോയ്സ് എൻഡ് പോയിന്റ് മെത്തേഡ് ഓൾസോ. അതായത് എൻഡ് പോയിന്റ് മെത്തേഡിൽ നമ്മൾ ഒരുപാട് ഷുഗർ ചെയ്യുന്നത്, കൊളസ്ട്രോൾ ചെയ്യുന്നതെല്ലാം ഓട്ടോ അനലൈസേഴ്സ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എൻഡ് പോയിന്റ് അനാലിസിസ് ആണ്. മെജോറിറ്റി ഇൻസ്ട്രുമെന്റ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ യൂസ് ചെയ്യുന്ന ഇപ്പോഴും TOD POD മെത്തേഡ് തന്നെയാണ്. വേറെ ചില മെഷീനിൽ ഹെക്സോകൈനേസ് എല്ലാം വരുന്നുണ്ട്. ദെൻ അപ്പൊ കൈനറ്റിക് അനാലിസിസും എൻഡ് പോയിന്റ് അനാലിസിസും ഇതന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതിലൊരു കോൺട്രവേഴ്സൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് ഒരിക്കലും ഈ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരിക്കലും നിങ്ങൾക്ക് ഈ പറയുന്ന ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാനുള്ള സെഷൻ അല്ല. എങ്ങനെ എന്തൊക്കെ സ്ട്രാറ്റജി യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിന് നമ്മൾ എക്സാമ്പിളായി യൂസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യന് റൈറ്റ് ആൻസർ ചൂസ് ചെയ്യാമെന്നുള്ളത്. ഇവിടെ എംപ്ലോയ് എന്ന് വന്നുകൊണ്ട് തന്നെ ഒരെണ്ണം മാത്രമാണ് ആൻസർ, കൈനറ്റിക് അനാലിസിസ് എന്നുള്ളതാണ്. നമ്മുടെ PSC ഓൾറെഡി ആൻസർ കീ പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് PSC പ്രൊവൈഡ് ചെയ്ത പബ്ലിഷ് ചെയ്ത ആൻസർ കീ കൈനറ്റിക് അനാലിസിസ് ആണ്. പക്ഷേ എൻഡ് പോയിന്റ് അനാലിസിസും ഓട്ടോ അനലൈസേഴ്സിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതിൽ ആക്ച്വലി ഒരു കോൺട്രവേഴ്സൽ ക്വസ്റ്റ്യൻ ആണ്.
Then second question, the property of emission spectrophotometry depends on the property of emission spectrophotometry. അപ്പൊ എന്താണ് ക്വസ്റ്റ്യനിൽ വരുന്നത്? നിങ്ങൾ എക്സാം ഹോളിലാണെങ്കിലും മൈൻഡ് കൂളായി റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് ആണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ദ പ്രോപ്പർട്ടി ഓഫ് എമിഷൻ സ്പെക്ട്രോഫോട്ടോമെട്രി, അതാണ് ഇവിടെ കീവേഡ്. കീവേഡ് എന്ന് പറയുമ്പോൾ എമിഷൻ സ്പെക്ട്രോഫോട്ടോമെട്രി. എമിഷൻ സ്പെക്ട്രോഫോട്ടോമെട്രി എന്നുള്ള കാര്യമാണ് ഇതിൽ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. എന്തൊക്കെയാണ് വരെ ഓപ്ഷൻസ് പറയുന്നത്? ദ പ്രോപ്പർട്ടി ഓഫ് എമിഷൻ സ്പെക്ട്രോഫോട്ടോമെട്രി ഡിപ്പെൻഡ്സ് അപ്പോൺ ഫ്ലൂറിമീറ്റർ, ഫോട്ടോ ഇലക്ട്രിക് കളറിമീറ്റർ, സ്പെക്ട്രോഫോട്ടോമീറ്റർ, ഫ്ലെയിം ഫോട്ടോമീറ്റർ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ ആദ്യം വായിക്കേണ്ടത് ക്വസ്റ്റ്യൻ വായിക്കുക, ഓപ്ഷൻസ് വായിക്കുക, ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുക, എന്നിട്ട് അതിൽ എക്സാം നമുക്ക് ക്വസ്റ്റ്യനെയറിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ദ പ്രോപ്പർട്ടി ഓഫ് എമിഷൻ സ്പെക്ട്രോമെട്രി. എമിഷൻ, ഇവിടെ വന്നിരിക്കുന്ന ടേം എന്താണ്? എമിഷൻ. ഇതാണ് ഇതിലെ കീവേഡ്. എമിഷൻ സ്പെക്ട്രോഫോട്ടോമെട്രിയാണ് ചോദിക്കുന്നത്. സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് സ്പെക്ട്രത്തിൽ ഒരു ലൈറ്റ് ഉപയോഗിച്ച് റീഡ് ചെയ്യുന്നതാണ്. അവിടെ എമിഷൻ എന്നുള്ള ടേമിനാണ് ഇവിടെ ഇതിലെ കീവേഡ് എന്ന് പറയുന്നത്. എമിഷൻ എന്നുള്ള ടേമാണ്. സോ എന്തായിരിക്കും ആൻസർ? ഫ്ലെയിം ഫോട്ടോമീറ്റർ ആണോ? ഫ്ലെയിം ഫോട്ടോമീറ്റർ തന്നെയാണ് ആൻസർ. കാരണം ഫ്ലൂറിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ഫ്ലൂറസെൻസ് ആണ് മെഷർ ചെയ്യുന്നത്. ഇറ്റ് നോട്ട് മെഷറിംഗ് എമിഷൻ, എമിറ്റഡ് ലൈറ്റ്. ഫോട്ടോ ഇലക്ട്രിക് കളറിമീറ്റർ മെഷർ ചെയ്യുന്നത് അബ്സോർബൻസ് ആണ്. അവിടെയും എമിഷൻ അല്ല മെഷർ ചെയ്യുന്നത്. ഇവിടെ കീവേഡ് എമിഷൻ ആണ്. പിന്നെ സ്പെക്ട്രോഫോട്ടോമീറ്റർ, കളറിമീറ്ററിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. സ്പെക്ട്രോഫോട്ടോമീറ്റർ measures the absorbance and transmittance, not emissions. So the emission spectrometry depends upon flame photometer. Depends on flame photometer. Here it measures the emitted light from excited atom. അപ്പൊ എന്താ ചെയ്യുന്നത്? നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതൊരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ കത്തിക്കുന്നു. അപ്പൊ അതൊരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വരുന്നു. അവിടെ അത് അൺസ്റ്റേബിൾ ആവുന്നു. അത് തിരിച്ച് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. ആ സമയത്ത് അതിന്റെ ഹയർ എനർജി റിലീസ് ചെയ്യുന്നു ആസ് ലൈറ്റ്. അതാണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ ഫ്ലെയിം ഫോട്ടോമീറ്റർ ആണ്. Then fourth question, third question actually from biochemistry or pathology topic എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബയോകെമിസ്ട്രി ക്വസ്റ്റ്യൻസ് മാത്രമാണ്. പത്തോളജി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ട്യൂസ്ഡേ ഞാൻ തന്നെ എടുക്കുന്നുണ്ട്. മൈക്രോബയോളജിയുടെ സെഷൻസ് മേ ബി നാളെ എടുക്കുന്നുണ്ടായിരിക്കും. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാൻഡൻബർഗ് റിയാക്ഷൻ ഈസ് യൂസ് എന്താണ്? വാൻഡൻബർഗ് റിയാക്ഷൻ ഈസ് യൂസ് ഫോർ ദ അനാലിസിസ് ഓഫ് ബിലിറൂബിൻ, കാൽഷ്യം, ട്രാൻസാമിനേസ്, പ്രോത്രോംബിൻ. ഏതായിരിക്കും വാൻഡൻബർഗ് റിയാക്ഷൻ? വാൻഡൻബർഗ് റിയാക്ഷൻ ബിലിറൂബിൻ ആണോ? ബിലിറൂബിൻ തന്നെയാണ് വാൻഡൻബർഗ് റിയാക്ഷനിൽ വരുന്നത്. ഓരോ നമ്മുടെ കെമിക്കൽ, നമ്മുടെ ഏറ്റവും പഴയ മെത്തേഡ്സ്, അതായത് ഇപ്പൊ നമ്മൾ ഫോളിബ്യൂ മെത്തേഡ് ഫോർ ഷുഗർ, അതേപോലെ നമുക്ക് ഒരുപാട് എല്ലാത്തിനും ഇപ്പൊ ബയോറെഡ് മെത്തേഡ് ഫോർ പ്രോട്ടീൻ, ഇതെല്ലാം പഠിച്ചിരിക്കണം. കാരണം ഇപ്പൊ ഇതൊന്നും മേ ബി യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതിന്റെ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ മോഡിഫൈഡ് വേർഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ പോലും ഇതൊരു ബേസിക്സ് ആയതുകൊണ്ട് ആ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ബിലിറൂബിൻ അനാലിസിസ് ആണ് വാൻഡൻബർഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ബിലിറൂബിൻ കപ്പിൾഡ് വിത്ത് ഡയസറ്റൈസ്ഡ് സൾഫാനിക് ആസിഡ് ടു ഫോം അസോബിലിറൂബിൻ. ആ കളറാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അങ്ങനെയാണ് ബിലിറൂബിന്റെ, അതാണ് വാൻഡൻബർഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ബിലിറൂബിൻ കപ്പിൾസ് വിത്ത് ദ ഡയസറ്റൈസ്ഡ് സൾഫാനിക് ആസിഡ് ടു ഫോം അസോബിലിറൂബിൻ. അപ്പൊ ആ പ്രിൻസിപ്പിൾസ് എല്ലാ ടെസ്റ്റിന്റെയും മാനുവൽ മെത്തേഡിന്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം, മസ്റ്റ് ആണ്. കാരണം നമുക്കൊരു PSC എക്സാം അറ്റൻഡ് ചെയ്യാൻ നമുക്ക് തിയറി നോളജ് മസ്റ്റ് ആണ്. ആ തിയറി നോളജിന്റെ ഒപ്പം തന്നെ
നമ്മുടെ ബേസിക് ലോജിക്, സിമ്പിൾ ലോജിക് അപ്ലൈ ചെയ്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സാമില് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ക്വസ്റ്റ്യനിലെ എംപ്ലോയ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആൻസർ വരും. എംപ്ലോയ് എന്ന് വരുമ്പോൾ എക്സാമിനർ ചോദിക്കുന്നത് സിംഗിൾ ആൻസർ ആണ്. അപ്പൊ എക്സാമിനർ ആരാണോ ക്വസ്റ്റ്യൻ ഇടുന്നത് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ വാൻഡൻബർഗ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ദ അനാലിസിസ് ഓഫ് ബിലിറൂബിൻ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, one codon code for the amino acid that is optically inactive. Optically inactive. എന്താണ് അപ്പോൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. അതായത് one codon code for optically inactive amino acid. G for glycine, S for serine, A for alanine and E for glutamic acid. ഇതിൽ ഒരെണ്ണം മാത്രമാണ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ട് വരുന്നത്. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ജസ്റ്റ് ഒരു ഗസ് മാത്രമാണ്. ഗ്ലൈസീൻ ആണോ? ഗ്ലൈസിൻ തന്നെയാണ്. അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. ഗ്ലൈസിൻ ഒരു ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ബാക്കിയെല്ലാം സെറിനും അലാനിനും എല്ലാം ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് ആണ്. സോ ഗ്ലൈസിൻ ഈസ് ദ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് അമിനോ ആസിഡ്. Glycine is one of the optically inactive amino acids. ജസ്റ്റ് ശരിയായിരുന്നു. അത് തന്നെയാണ് ആൻസർ. ചില സമയത്ത് നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതെല്ലാം നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ കുറെ കാലം ഇപ്പോൾ ഒരു DMLT ആണെങ്കിൽ 2 വർഷം, BSc MLT ആണെങ്കിൽ 4 വർഷം, MSc MLT ആയിട്ട് പോകുമ്പോൾ 6 വർഷം നമ്മൾ ഇത് പഠിച്ചിട്ട് പോകുന്നതാണ്. അപ്പൊ നമ്മുടെ മൈൻഡിൽ കുറച്ച് ഇൻഡ്യൂഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മൈൻഡ് പറഞ്ഞു തരും ഇതാണ് ആൻസർ എന്നുള്ളത്. അത് മോസ്റ്റ് പ്രോബബ്ലി ബൈ എൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്, അത് മോസ്റ്റ് പ്രോബബ്ലി റൈറ്റ് ആൻസർ ആയിരിക്കും. എല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞ് നമുക്ക് എക്സാമിന് എഴുതാൻ പോക്ക് നടക്കില്ല. സോ ചില സമയത്ത് നമ്മുടെ ഒരു കുറച്ച് ഇൻഡ്യൂഷൻസ് നമുക്കൊരു തോന്നും അതായിരിക്കും എന്നുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി അതിനായിരിക്കും ആൻസർ. എങ്ങനെയാണെങ്കിൽ അതായിരിക്കും ആൻസർ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് നല്ല ബേസ് വെച്ച് നന്നായിട്ട് പഠിച്ചു പോയിട്ടുള്ള ഒരാളാണെങ്കിൽ. സോ അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒപ്പം തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിന്റെ ബാക്കി 4 ഓപ്ഷനും എന്താണെന്ന് കൂടി പഠിച്ചു വെച്ചിട്ട് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി ഈസ്. ഓപ്ഷൻ എ ക്യൂറി, ഓപ്ഷൻ ബി ബിക്യൂറൽ, ഓപ്ഷൻ സി ഗ്രേ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ക്യൂറി ആണോ? ക്യൂറി. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ക്യൂറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ 4 ഓപ്ഷൻ വന്നാൽ ഈ 4 ഓപ്ഷൻ എന്താണെന്ന് പഠിക്കുന്നതോടെ നല്ലതായിരിക്കും. ക്യൂറി മെഷേഴ്സ് റേഡിയോ ആക്റ്റീവ് ബേസ്ഡ് ഓൺ റേഡിയം ഡീകെ. അതായത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിന്റെ ഡീകെ ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോ ക്യൂറി ഒരു യൂണിറ്റ് ആണ്, പോസിബിലിറ്റി ഉണ്ട്. Then becquerel എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റി ഡീകെയുടെ യൂണിറ്റ് ആണ് ക്യൂറി. യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി ഡീകെ ആണ്. യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി ആണ് ബിക്യൂറൽ. ഗ്രേ എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് ദ അബ്സോർബൻസ് ഓഫ് റേഡിയേഷൻ ഡോസ്. ഇറ്റ് മെഷേഴ്സ് ദ അബ്സോർബൻസ് ഓഫ് റേഡിയേഷൻ. അപ്പോൾ ഒരെണ്ണം ഡീകെ ആണ്, ക്യൂറി എന്ന് പറഞ്ഞാൽ ഡീകെ ആണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് ആണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അബ്സോർബൻസ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കണക്ട് ചെയ്ത് വരുന്നത്. യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോ ആണ്. ഓൾ ഓഫ് ദ എബോ. കാരണം ഇത് മനസ്സിലാക്കി വെക്കുക, ഈ 3 യൂണിറ്റും റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ്. ക്യൂറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ആക്ടിവിറ്റി ഡീകെയുടെ യൂണിറ്റ് ആണ്. ബിക്യൂറൽ എന്ന് പറഞ്ഞാൽ ബിക്യൂറൽ എന്ന് പറയുമ്പോൾ അത് റേഡിയോ ആക്ടിവിറ്റി ഡീകെയുടെ യൂണിറ്റ് ആണ്. ഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷേഴ്സ് അബ്സോർബൻസ് റേഡിയേഷൻ, അബ്സോർബ് റേഡിയേഷൻ ഡോസ്. റേഡിയേഷൻ ഡോസിന്റെ അബ്സോർബൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾ ഓഫ് ദ എബോ എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
catecholamine hormones bind to receptors present in nuclear membrane, DNA, intracellular compartment, plasma membrane. Catecholamines binds to the receptors present in nuclear membrane, DNA, intracellular compartment, and plasma membrane. എന്തായിരിക്കും ആൻസർ? പ്ലാസ്മ മെംബ്രെയിൻ ആണോ? യെസ്, പ്ലാസ്മ മെംബ്രെയിൻ തന്നെയാണ്. അതായത് പ്ലാസ്മ മെംബ്രെയിനകത്ത് നമുക്ക് വരുന്നത്, ഇപ്പൊ നമുക്ക് അതിന്റെ ഓരോ ഓപ്ഷൻസ് നോക്കാം. അതായത് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ കാറ്റക്കോളമൈൻസ് എപ്പോഴും എക്സ്ട്രാ സെല്ലുലാറിലാണ് ആക്ട് ചെയ്യുക. കാറ്റക്കോളമൈൻസ് എക്സ്ട്രാ സെല്ലുലാറിലാണ് ആക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയസിന്റെ മെംബ്രെയിൻ ആണ്. DNA എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളതാണ്. ഇൻട്രാ സെല്ലുലാർ കമ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അകത്ത് വരുന്നതാണ്. ഇൻട്രാ സെല്ലുലാർ ആണ് അത് വരുന്നത്. കാറ്റക്കോളമൈൻ ആക്ട് ഓൺ എക്സ്ട്രാ സെല്ലുലാർ. അപ്പൊ എക്സ്ട്രാ സെല്ലുലാർ ഇതിൽ വരുന്നത് നമുക്ക് കുറച്ചെങ്കിലും അതിൽ വരുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. പ്ലാസ്മ മെംബ്രെയിനിലെ അതായത് GPCR റിസപ്റ്റർ എന്ന് പറയും. GPCR റിസപ്റ്റർ എന്ന് പറയും. അതായത് ട്രാൻസ് മെംബ്രെയിൻ റിസപ്റ്റേഴ്സ് ആണ്. അത് ഒരുപാട് ഇമ്പോർട്ടന്റ് റോൾ ഇൻ സിഗ്നലിംഗിൽ ആക്ട് ചെയ്യുന്ന ഒരുപാട്, അതായത് സെല്ലിനകത്തേക്ക് വരുന്ന പല മെസ്സേജസ് സിഗ്നലിങ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ്. അതൊരു ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്. സോ ഇറ്റ് ഈസ് പ്ലാസ്മ മെംബ്രെയിൻ bind to the GPCR on the membrane. ട്രാൻസ് മെംബ്രെയിൻ എന്നാണ് പറയുന്നത്, അതിനാണ് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്. സ്റ്റാറ്റിൻ യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഹൈപ്പർ കൊളസ്ട്രോളീമിയ എക്സിബിറ്റ്. Statin used for the treatment of hypercholesteremia exhibit competitive inhibition, uncompetitive inhibition, non-competitive inhibition, none of the above. ഏതായിരിക്കും സ്റ്റാറ്റിൻ? സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പർ കൊളസ്ട്രീമിയ. നമ്മുടെ ബോഡിയിൽ ഷുഗർ കൂടുതലായിരിക്കുന്ന കണ്ടീഷനിൽ, നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ കൂടുതലായിരിക്കുന്ന കണ്ടീഷൻ, ഷുഗർ അല്ല, നമ്മുടെ ബോഡിയിൽ ഹൈപ്പർ കൊളസ്ട്രീമിയ, കൊളസ്ട്രോൾ കൂടുതലായിരിക്കുന്ന കണ്ടീഷനിൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ റോസുവാസ്റ്റാറ്റിൻ, അറ്റോറുവാസ്റ്റാറ്റിൻ, അങ്ങനെയുള്ള സ്റ്റാറ്റിൻസ് കൊടുക്കാറുണ്ട്. ഈ സ്റ്റാറ്റിൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറയാറുണ്ട്. അതിന്റെ റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. സ്റ്റാറ്റിൻ യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് ഹൈപ്പർ കൊളസ്ട്രീമിയ എക്സിബിറ്റ്. അതിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് നമ്മൾ അതിവിടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ യൂസ് ചെയ്യുന്നതാണ്? കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ, അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ, നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ, നൺ ഓഫ് ദ എബോവ്. എന്തായിരിക്കും ആൻസർ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ എന്തായാലും ആൻസർ പറയാം. കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ്. അതായത് ദേ ഇൻഹിബിറ്റ് HMG-CoA റിഡക്ടേസ്. HMG-CoA റിഡക്ടേസ് എന്ന് പറയുന്നത് അതായത് കൊളസ്ട്രോളിന്റെ പാത്വേയിലെ, കൊളസ്ട്രോൾ സൈക്കിളിന്റെ, കൊളസ്ട്രോൾ ഫോർമേഷന്റെ പാത്വേയിലെ HMG-CoA റിഡക്ടേസിനായിട്ടാണ് കോമ്പറ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ HMG-CoA റിഡക്ടേസിനായിട്ട് കോമ്പറ്റേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന അതുമായിട്ട് അതിന്റെ സബ്സ്ട്രേറ്റിന് വേണ്ടി കോമ്പറ്റേറ്റ് ചെയ്യുന്നു. HMG-CoA റിഡക്ടേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമാണ്. ആ എൻസൈമിന്റെ സബ്സ്ട്രേറ്റുമായിട്ട് ഈ പറയുന്ന സ്റ്റാറ്റിൻസ് അറ്റാച്ച് ചെയ്യും. അപ്പൊ HMG-CoA റിഡക്ടേസിന് സബ്സ്ട്രേറ്റ് കിട്ടില്ല. ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ കൺവേർട്ട് ചെയ്യാനുള്ള, കൊളസ്ട്രോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള, അതായത് ആ മെറ്റബോളിസം അവിടെ ബ്ലോക്ക് ആവും. അങ്ങനെ ആ മെറ്റബോളിസം ബ്ലോക്ക് ചെയ്തിട്ടാണ് കൊളസ്ട്രോൾ ഫോർമേഷൻ. അതായത് 30 കാർബൺ യൂണിറ്റ് സ്ക്വാലിൻ ഫോം ചെയ്യുന്നു,
അതിന് 27 കാർബൺ യൂണിറ്റ് കൊളസ്ട്രോൾ ആയിട്ട് ഫോം ചെയ്യുന്നു. അപ്പൊ അതിൽ വരുന്നതാണ് HMG-CoA റിഡക്ടേസ്. അപ്പൊ HMG-CoA റിഡക്ടേസ് ആയിട്ട് ഇത് കോമ്പറ്റേറ്റ് ചെയ്തിട്ട് സബ്സ്ട്രേറ്റിന് വേണ്ടി കോമ്പറ്റീഷൻ നടത്തുന്നു. അപ്പൊ അവിടെ വരുന്നത് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ് വരുന്നത്. നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ 13th ക്വസ്റ്റ്യൻ, the role of sugar nucleotide in the biosynthesis of glycogen. The role of sugar nucleotide in the biosynthesis of glycogen was discovered by Frederick Sanger, Albert Lehninger, Louis Leloir, Carl Scory. ആരാണ് the role of sugar nucleotide in the biosynthesis of glycogen describe ചെയ്തത്? The role of sugar nucleotide in the biosynthesis of glycogen was discovered by Frederick Sanger, Albert Lehninger, Louis Leloir, Carl Scory. ഇതിൽ ഏത് സയന്റിസ്റ്റ് ആണെന്നാണ്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഇതിന്റെ ഓപ്ഷൻ നമ്മൾ ആൻസർ പഠിക്കുന്നു. ഒപ്പം തന്നെ ബാക്കിയുള്ള സയന്റിസ്റ്റുകൾ എന്താണ് കണ്ടുപിടിച്ചത് എന്നുകൂടി പഠിച്ചു വെക്കുക. സോ അപ്പൊ ഈ സയന്റിസ്റ്റുകൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കൂടി നമുക്ക് ഈ സയന്റിസ്റ്റുകളെ കുറിച്ച് കൂടി ഒരു നോളേജ് നമുക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന് 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ 4 ഓപ്ഷനെ കുറിച്ചും ഇതിന്റെ റൈറ്റ് ആൻസർ പഠിക്കുന്നതിനൊപ്പം ബാക്കിയുള്ള 3 ഓപ്ഷനെ കുറിച്ചും പഠിക്കുമ്പോൾ നമ്മുടെ ഏരിയ ഓഫ് നോളേജ് കുറച്ചുകൂടി വൈഡർ ആയിരിക്കും. ഒരിക്കലും ക്വസ്റ്റ്യൻ പഠിക്കുക അതിന്റെ ആൻസർ പഠിച്ചു പോകുന്നതിനേക്കാൾ കൂടുതൽ നല്ലൊരു സ്ട്രാറ്റജിയാണ് ക്വസ്റ്റ്യൻ പഠിക്കുക, ആൻസർ എന്താണെന്ന് മനസ്സിലാക്കുക, പഠിക്കുക, പ്ലസ് അതിന്റെ ഓപ്ഷനായി വരുന്നത് അതുമായിട്ട് എന്തെങ്കിലും ബന്ധം വരുന്നതാണല്ലോ ഓപ്ഷനായിട്ട് തരാം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതായിരിക്കും ഓപ്ഷനായിട്ട് മോസ്റ്റ് പ്രോബബ്ലി തരാം. ചിലപ്പോഴാണ് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ തരാം. സോ എന്തായിരിക്കും? ഷുഗർ ന്യൂക്ലിയോടൈഡ് in the biosynthesis of glycogen was discovered by Frederick Sanger. എന്താണ് കണ്ടുപിടിച്ചത്? പ്രോട്ടീൻ സീക്വൻസിങ് കാര്യങ്ങളൊക്കെയാണ് ഫ്രെഡറിക് സാങ്ങർ എന്നുള്ള സയന്റിസ്റ്റ് പഠിച്ചിരിക്കുന്നത്. Then Albert Lehninger is based on bioenergetics. അതായത് ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു സൈക്കിളിലുള്ള എനർജി പ്രൊഡക്ഷൻ കാര്യങ്ങൾ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ആൽബർട്ട് ലെനിഞ്ചർ വരുന്നത്. ദെൻ ലൂയിസ് ലിലോയർ, അദ്ദേഹമാണ് UDP ഗ്ലൂക്കോസ് ഇതിന്റെ റോള് ഗ്ലൈക്കോജൻ സിന്തസിസിലെ UDP ഗ്ലൂക്കോസിന്റെ ഷുഗർ ന്യൂക്ലിയോടൈഡ് ഇൻ ദ ബയോസിൻസ് ഓഫ് ഗ്ലൈക്കോജൻ. UDP ഗ്ലൂക്കോസ്, യൂറിനൈൽ ഡൈഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ്, അതിന്റെ റോള് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ലൂയിസ് ലിലോയർ ആണ്. കാൾ സ്കോറി ഗ്ലൈക്കോജനെ കുറിച്ചാണ്, ഗ്ലൈക്കോജൻ മെറ്റബോൾസിനെ കുറിച്ചാണ് പഠിച്ച്, പക്ഷെ ഒരിക്കലും അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ മെറ്റബോൾസിനെ കുറിച്ചാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്, ഒരിക്കലും ഷുഗർ ന്യൂക്ലിയോടൈഡിനെ കുറിച്ചല്ല. The role of sugar nucleotide in the biosynthesis of glycogen was discovered by Louis Leloir. ഇപ്പോ ഒരു സെല്ല് കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചിട്ട് നമുക്ക് റോബർട്ട് ഹുക്ക്, ആന്റൺ വാൻ ലുവൻഹോക്ക്, ലൂയി പാസ്റ്റർ 4 ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ഈ 4 സയന്റിസ്റ്റിനെ കുറിച്ച് ആ സെല്ല് കണ്ടുപിടിച്ചത് ഹുക്കാണ്. പക്ഷെ റോബർട്ട് കോച്ച് എന്തൊക്കെ ചെയ്തു? ഫാദർ ഓഫ് ബാക്ടീരിയോളജിയാണ്. അതേപോലെ ലൂയി പാസ്റ്റർ ഫാദർ ഓഫ് മൈക്രോബയോളജിയാണ്. ആന്റൺ വാൻ ലുവൻഹോക്ക് ഫാദർ ഓഫ് മൈക്രോസ്കോപ്പി എന്ന് പറയാം, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച ആളാണ്. അങ്ങനെ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി പഠിച്ചു വെക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതാണ് ലിലോയറിന്റെ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2-amino-6-oxopurine is 2-amino-6-oxopurine.
അതായത് സെക്കൻഡ് പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് വരണം, 6th പൊസിഷനിൽ ഓക്സോ ഗ്രൂപ്പ് വരണം, അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പ് വരണം. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യനിലൂടെ നന്നായിട്ട് നോക്കാം. 2 അമിനോ 6 ഓക്സോ പ്യൂരിൻ. ഇത് നമുക്കൊരു ഹിന്റ് തരുന്നതാണ്. പ്യൂരിൻ എന്നുള്ളത് നമുക്കൊരു ഹിന്റ് ആണ്. നമുക്ക് വരുന്നത് പ്യൂരിൻ, പിരമിഡിൻ, 2 ടൈപ്പ് ന്യൂക്ലിയോടൈഡ്സ്, അങ്ങനെ 2 ടൈപ്സ് ആണ് വരുന്നത്. സോ ബേസിക്കലി പ്യൂരിൻ ആയിരിക്കാം, പിരമിഡിൻ ആയിരിക്കാം. അപ്പൊ ഈ 4 ഓപ്ഷനിൽ ഏതൊക്കെയാണ് പ്യൂരിൻ, ഏതൊക്കെയാണ് പിരമിഡിൻ എന്ന് നോക്കാം. അഡെനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഇതില് പിരമിഡിൻ, പ്യൂരിനും ഉണ്ട് പിരമിഡിനും ഉണ്ട്. തൈമിൻ ഈസ് എ പിരമിഡിൻ, സൈറ്റോസിൻ ഈസ് എ പിരമിഡിൻ. അങ്ങനെ ലോജിക്കലി ആൻസർ ചെയ്ത് നോക്കണം. ഈ ക്വസ്റ്റ്യനിൽ പ്യൂരിൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. 2 അമിനോ 6 ഓക്സോ പ്യൂരിൻ ഈസ്. ഈ 2 ഓപ്ഷൻ നമുക്കതിൽ സ്കിപ്പ് ചെയ്യാം. ദെൻ അഡെനിൻ, ഗ്വാനിൻ. നമുക്കറിയാലോ PSC എക്സാമിന് 0.33 ആണ് നമ്മുടെ നെഗറ്റീവ് മാർക്കിനുള്ള നെഗറ്റീവ് മാർക്ക് വരുന്നത്. അപ്പോൾ ഒരു ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരിയാവാൻ കിട്ടേണ്ട ഒരു മാർക്ക് പോകുന്നതിനൊപ്പം, നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ട ഒരു മാർക്ക് പോകുന്നതിനൊപ്പം നമ്മുടെ കിട്ടിയ മാർക്കിൽ നിന്ന് 0.33 3 തെറ്റിയാൽ 1 മാർക്ക് കുറക്കും. അപ്പോൾ നെഗറ്റീവ് മാർക്ക് എന്നുള്ളത് ഒരു PSC എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഓറിയന്റേഷൻ സെഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ഞാൻ വിത്ത് എക്സാമ്പിൾ പറഞ്ഞിരുന്നു. 100 ക്വസ്റ്റ്യനിൽ 50 അറ്റൻഡ് ചെയ്തു, 50 ശരിയായി, അയാൾക്ക് കിട്ടുന്ന മാർക്ക് 50 ആണ്. പക്ഷെ 100 ക്വസ്റ്റ്യനിൽ 100 അറ്റൻഡ് ചെയ്തു, 50 ശരിയായി, ബാക്കി 50 തെറ്റിക്കഴിഞ്ഞാൽ അയാൾക്ക് ഏകദേശം 16-17 മാർക്കിന്റെ അടുത്ത് കുറയും. അപ്പൊ 50 ശരിയായതിന് 17 മാർക്ക് കുറച്ചാൽ 33 മാർക്കായി അയാളുടെ മാർക്ക് കുറയും. അപ്പൊ നെഗറ്റീവ് മാർക്ക് എന്നുള്ളത് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും മുഴുവൻ പഠിച്ചു പോയിട്ട് ചെയ്യാൻ പറ്റില്ല. ചില ലോജിക്കുകൾ അപ്ലൈ ചെയ്താലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ അത് ബൈ പ്രാക്ടീസ് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ അറ്റൻഡ് ചെയ്ത് ബൈ പ്രാക്ടീസ് മാത്രം ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ തിയറി നോളജ് മസ്റ്റ് ആണ്, പക്ഷേ നമുക്ക് കുറച്ച് ലോജിക്കലി കൂടി ചിന്തിക്കാം. 6 അമിനോ 6 ഓക്സോ പ്യൂരിൻ ഏതാണെന്നാണ് ചോദ്യം. സോ പ്യൂരിൻസ് അല്ലാതെ പിരമിഡിൻ വരുന്നതാണ്. ഗ്വാനിനാണ് കറക്റ്റ് ആൻസർ. അതിന്റെ സെക്കൻഡ് പൊസിഷനിൽ അമിനോ ഗ്രൂപ്പും 6th പൊസിഷനിൽ ഓക്സോ ഗ്രൂപ്പും വരുന്നുണ്ട്. അഡിനിൽ എന്താ വരുന്നത് വെച്ചാൽ ഇറ്റ് ഹാസ് എൻ അമിനോ ഗ്രൂപ്പ് ബട്ട് ഓക്സോ ഗ്രൂപ്പ് ആ 6th പൊസിഷനിൽ അല്ല വരുന്നത്. അപ്പൊ അഡിനിൻ, ഗ്വാനിൻ, ഇതില് അഡിനില് അമിനോ ഗ്രൂപ്പ് വരുന്നുണ്ട്, 6th പൊസിഷനിലുള്ള ഓക്സോ ഗ്രൂപ്പ് വരുന്നു. അപ്പൊ ഈ നെഗറ്റീവ് മാർക്കിന്റെ കാര്യം പറയാൻ 2 ഓപ്ഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് സിമ്പിൾ, നിങ്ങളുടെ ഏതൊക്കെയാണ് പിരമിഡിൻ ഏതൊക്കെയാണ് പ്യൂരിൻ തിരിച്ചറിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ സ്കിപ്പ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ 2 എണ്ണമാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമ്മുടെ പ്രോബബിലിറ്റി ഈ 4 എണ്ണത്തിൽ നിന്ന് ഇതിന്റെ 4 എണ്ണം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി 25% ആണ്. അത് നമുക്ക് ഒരൊറ്റ അടിക്ക് ഈ 2 എണ്ണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 50% ആയി നമ്മുടെ പ്രോബബിലിറ്റി. അവിടെ നമ്മുടെ ഒന്നല്ലെങ്കിൽ ഒരെണ്ണം ചൂസ് ചെയ്താൽ ചിലപ്പോൾ ശരിയാവാം, അല്ലെങ്കിൽ തെറ്റാവും. ഒന്നല്ലെങ്കിൽ 1 മാർക്ക് കിട്ടാം, അല്ലെങ്കിൽ 0.33 കുറയാം. അപ്പൊ ശരിയാവാനുള്ള ചാൻസ് 50% ആയി ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ ഗ്വാനിൻ തന്നെയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഗ്വാനിൻ ഹാസ് amino group in the 2nd position and oxo group in the 6th position. Next question. If an enzyme has high affinity for its substrate, it denotes if the enzyme has high affinity for its substrate. Or enzyme in the substrate to high affinity anengil, it denotes high Km value, low Km value, moderate Km value, or Km value equal to 0. അപ്പോ അഫിനിറ്റിയും Km വാല്യൂയും തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്നുള്ളത്.
നമുക്ക് മനസ്സിലാക്കണം. If the enzyme has high affinity, ഇവിടുത്തെ കീവേഡ് എന്താണ്? ഹൈ അഫിനിറ്റി. ഹൈ അഫിനിറ്റി എന്നുള്ളതാണ് ഇവിടുത്തെ കീവേഡ്. If the enzyme has high affinity for its substrate, എൻസൈമിനെപ്പോഴും സബ്സ്ട്രേറ്റിനോട് ഒരു അഫിനിറ്റി ഉണ്ടാവും. അത് ഹൈ ആണെങ്കിൽ the Km value will be high Km value, low Km value, moderate Km value, Km value equal to 0. എന്തായിരിക്കും ആൻസർ? നിങ്ങൾ ആൻസർ ചെയ്യൂ, എന്നിട്ട് ഞാനത് പറഞ്ഞുതരാം എന്താണ് വരുന്നത്. ലോ Km വാല്യൂ ആണോ? ലോ Km വാല്യൂ തന്നെയാണ് ആൻസർ. കാരണം ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അഫിനിറ്റി കൂടിയാൽ Km വാല്യൂ കുറയും, അഫിനിറ്റി കുറഞ്ഞാൽ Km വാല്യൂ കൂടും. അപ്പോ ഒരു എൻസൈമിന് അതിന്റെ സബ്സ്ട്രേറ്റിനോട് എത്രത്തോളം അഫിനിറ്റി ഉണ്ടോന്ന് ഡിനോട്ട് ചെയ്യുന്നത് അതിന്റെ Km വാല്യൂ കൂടി വച്ചിട്ടാണ്. അപ്പോ ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഹൈ അഫിനിറ്റി വന്നാൽ ലോ Km വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. Then next question, the technique used for preparing DNA microarray is DNA sequencing, calligraphy, photolithography, freeze etching. DNA sequencing ആണോ, കാലിഗ്രാഫി ആണോ, ഫോട്ടോലിത്തോഗ്രാഫി ആണോ, ഫ്രീസ് എച്ചിങ് ആണോ? ഇവിടെ രണ്ടെണ്ണം ഗ്രാഫികളാണ്. രണ്ടെണ്ണം ഗ്രാഫികൾ എന്ന് പറയുമ്പോൾ അതൊരു ഇപ്പൊ നമ്മൾ പറയുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, ആൻജിയോഗ്രാഫ് അല്ലെങ്കിൽ ആൻജിയോഗ്രാം, അതിന്റെ പ്രൊസീജിയർ, അതായത് ഇതിനൊരു മെഷറിംഗ് ടെക്നിക്സ് കൂടിയാണ്. ദ ടെക്നിക് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് എ DNA മൈക്രോ അറേ ഈസ് DNA സീക്വൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ ചെയ്യുന്ന DNA സീക്വൻസിങ്? അത് DNA സീക്വൻസുകൾ എടുക്കുകയാണ്. DNA സീക്വൻസിങ്. കാലിഗ്രാഫി, വാട്ട് ഈസ് കാലിഗ്രാഫി? കാലിഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല ഹാൻഡ് റൈറ്റിംഗ്. ഇവിടെ കൊടുത്തൊരു ടേം അതിന്റെ കൂടെ കൊടുത്തിരിക്കുന്നതല്ലോ, നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ്, ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്, ഏറ്റവും നന്നായിട്ട് എഴുതുന്ന അതിനെയാണ് നമ്മൾ കാലിഗ്രാഫി എന്ന് പറയുന്നത്. Photolithography. Photolithography is used to synthesize oligonucleotides. Oligonucleotides-നെ സിന്തസൈസ് ചെയ്യാൻ മൈക്രോ അറേക്ക് യൂസ് ചെയ്യുന്നത് ഫോട്ടോലിത്തോഗ്രാഫി ആണ്. The technique used for preparing DNA for microarray is photolithography. Freeze etching എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീസ് എച്ചിങ് അല്ല, നമുക്ക് മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനകത്ത് ചെയ്യുന്നതാണ് ഫ്രീസ് എച്ചിങ് പ്രൊസീജിയർ. അതൊരിക്കലും മൈക്രോ അറേ DNA മൈക്രോ അറേക്ക് യൂസ് ചെയ്യുന്നതല്ല. DNA മൈക്രോ അറേക്ക് യൂസ് ചെയ്യുന്നത് ഫോട്ടോലിത്തോഗ്രാഫി എന്നുള്ള ടെക്നിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not an inhibitor of the electron transport chain? Which of the following is not an inhibitor of electron transport chain? അപ്പൊ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് ടേമുകൾ നോട്ട്, ഇതുപോലെ നോട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അതർ ദാൻ, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കും എക്സെപ്റ്റ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനത്തെ ടേംസ് വരുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ എക്സാം ഹോളിൽ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാണ്, കുറച്ച് മൈൻഡ് ടെൻസ്ഡ് ആയിരിക്കും. അപ്പൊ ഇതുപോലെ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഓപ്ഷൻസ് നോക്കുന്നു, അത് ആൻസർ ചെയ്യുന്നു, അടുത്തതിലേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് അറിയാത്ത ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആവുന്നു, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയുന്നു. അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ ക്വസ്റ്റ്യനിലെ പല വേർഡ്സും നമ്മൾ അല്ലെങ്കിൽ പല വേർഡ്സും നമ്മൾ വായിക്കും, പക്ഷെ നമ്മുടെ ബ്രെയിൻ അതിലേക്ക് റീഡ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വരില്ല. നമ്മൾ ടെൻസ്ഡ് ആയി, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞു. അപ്പൊ ഇതുപോലെയുള്ള പല വേർഡ്സും മിസ്സാവും. എക്സെപ്റ്റ്, നോട്ട്, അതർ ദാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ എ എന്ന് വന്നു കഴിഞ്ഞാൽ വേറെതായിരിക്കും. ഇപ്പൊ ഗാമ ഗ്ലോബുലിനീമിയ, എഗ് ഗാമ ഗ്ലോബുലിനീമിയ,
അവിടെ ഒരു എ വരുന്നുണ്ട്, അത് നമുക്ക് മിസ്സാവും. അതായത് നമ്മൾ വായിക്കും, നമ്മുടെ കണ്ണിൽ കാണും, നമ്മൾ വായിക്കും, പക്ഷെ നമ്മുടെ ബ്രെയിൻ അത് ക്യാച്ച് ചെയ്യില്ല. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരാതിരിക്കാൻ നമ്മൾ തലേദിവസം അതായത് എക്സാമിന്റെ തലേദിവസം ഇരുന്ന് തലകുത്തി ഇരുന്ന് പഠിക്കരുത്. ഒരു ദിവസം മുമ്പെങ്കിലും എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ആ ലെവലിലായിരിക്കും നിങ്ങളുടെ സ്ട്രാറ്റജി. ലാസ്റ്റ് ഡേ നന്നായി റിലാക്സ് ചെയ്ത്, എക്സാം സെന്റർ ഒരുപാട് ദൂരെയാണെങ്കിൽ തലേദിവസം തന്നെ അവിടെ എത്തി സ്റ്റേ ചെയ്യുക. നമ്മൾ ഇത്രയും സമയം കളഞ്ഞ് ഒരു ലൈഫിന്റെ ഒരു സ്റ്റേജ് അച്ചീവ് ചെയ്യാൻ നമ്മൾ വേണ്ടി ട്രൈ ചെയ്യുന്നതാണ്. തലേ ദിവസം പോയി സ്റ്റേ ചെയ്തിട്ടാണെങ്കിലും എക്സാം ഹോളിൽ ഒരു അരമണിക്കൂർ മുമ്പ് എത്തി ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച്, തലേ ദിവസം ആണെങ്കിലും നന്നായി ഉറങ്ങി നന്നായി റിലാക്സ്ഡ് ആയി നല്ല ഭക്ഷണം കഴിച്ചിട്ട്, നമുക്കൊരു എന്തെങ്കിലും വയറിന് വല്ല ഇഷ്യൂസോ എന്തെങ്കിലും ഒരു ഇഷ്യൂസോ ഒന്നും വരാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഭയങ്കര ബോഡിയെ കംഫർട്ടബിൾ ആക്കണം, നമ്മുടെ മൈൻഡിനെയും കംഫർട്ടബിൾ ആക്കിയിട്ട് വേണം എക്സാം ഹോളിൽ പോകാൻ. ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് പറ്റും. ഒരു മാർക്ക് കൊണ്ടൊക്കെ 100ഉം 200ഉം റാങ്കിൽ പുറകിൽ പോകുന്നവരുണ്ടായിരിക്കും ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത്. അപ്പൊ നമ്മുടെ മാർക്ക് എവിടെയായിരിക്കും അറിയില്ല. ഇപ്പൊ ആദ്യത്തേക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഒരു മാർക്ക് കൊണ്ട് ഒരു റാങ്കിലേക്ക് മാറ്റം വരും. 100 ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ 50 മാർക്കുള്ള 100 ആളുണ്ടാവും. ഒരു 5000 ആളെ എഴുതുന്ന എക്സാം ആണെങ്കിൽ 50 മാർക്കുള്ള 100 ആളുണ്ടായിരിക്കും. അതിൽ നിങ്ങളുടെ ഒരേ മാർക്ക് വന്നാൽ PSC എക്സാം ചെയ്യുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കും. ഡേറ്റ് ഓഫ് ബർത്ത് സിമിലറായി വരുന്നവരുടെ പേര് ആൽഫബറ്റിക് ഓർഡറിൽ നോക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതിനുശേഷം റൊട്ടേഷൻ, റിസർവേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കടമ്പകളുണ്ട്. അപ്പൊ ആ സമയത്തെല്ലാം റാങ്ക് ലിസ്റ്റിന് പുറകെ നമ്മുടെ ഇപ്പോഴുള്ള ജോലിയും കളഞ്ഞ് പുറകിൽ ഓടുന്നതിനേക്കാൾ നല്ലത്, ബെറ്റർ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ബൈ എക്സ്പീരിയൻസ്. ഇതിന്റെ എല്ലാം എക്സ്പീരിയൻസ് കൊണ്ടാണ് ഈ പറയുന്നത്. റാങ്ക് ലിസ്റ്റിന്റെ പുറകെ അവസാന നിമിഷം ഓടാൻ നടക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പൊ നന്നായിരുന്ന് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ നന്നായിട്ടൊരു റാങ്ക് അച്ചീവ് ചെയ്യാം. അപ്പൊ അതിന് ഇപ്പൊ നിങ്ങൾ ഒരു 5 മിനിറ്റ് ഇരുന്ന് പഠിച്ചിട്ട് 10 ക്വസ്റ്റ്യൻ പഠിച്ചു, 5 മിനിറ്റ് കൊണ്ട് 10 ക്വസ്റ്റ്യൻ പഠിച്ചു, വേണ്ട 5 മിനിറ്റ് കൊണ്ട് 5 ക്വസ്റ്റ്യൻ പഠിച്ചു. ഈ 5 ക്വസ്റ്റ്യനിൽ ഒന്ന് ചോദിച്ചാൽ ഒരു മാർക്ക് സ്കോർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ചിലപ്പോൾ 200 റാങ്ക് മുകളിലോട്ട് പോകും. ഒരു ആവറേജ് റാങ്കിന്റെ കാര്യമാണെങ്കിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഈ റാങ്ക് ലിസ്റ്റ് പുറകിൽ ഓടുന്നതിന് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്താൻ കഴിയും. ഒരുപാട് പേര് ഓടുന്നത് കണ്ടിട്ടും അതേപോലെ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് ആ റാങ്ക് ലിസ്റ്റിൽ കയറുക, പോസ്റ്റിംഗ് വാങ്ങിച്ചെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. റാങ്ക് ലിസ്റ്റിൽ പുറകിലായാൽ നമ്മുടെ മുന്നിൽ 10 പേരുണ്ടെങ്കിൽ ഇവരെ 10 പേരെയും ആ ജോലിയിൽ കയറ്റാൻ, അവരവിടുന്ന് റിസൈൻ ചെയ്ത് പോയാൽ വേറെ ജോലിയിട്ട് പോകുമ്പോൾ അത് ഓക്കെ. പക്ഷെ 10 പേരും കയറിയാലാണ്, അല്ലെങ്കിൽ റൊട്ടേഷൻ റിസർവേഷൻ ചാർട്ട് പ്രകാരം നമുക്ക് മുന്നിൽ ആരൊക്കെ വരുന്നു അവരെല്ലാം ഈ ഇതിൽ കയറേണ്ടത്. അവർ ഇനാക്റ്റീവ് ആണെങ്കിൽ പോലും അവരെ കയറിയിട്ടേ നമുക്ക് ആ പോസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ അവര് ജോലി വേണ്ടാന്ന് എഴുതി കൊടുത്താലേ നമുക്ക് ആ പോസ്റ്റ് കിട്ടും. അപ്പൊ അവരുടെ കാല് പിടിക്കാൻ നടത്തും. അതിനേക്കാൾക്ക് നല്ലത് ഇപ്പൊ നന്നായിട്ട് ഇരുന്ന് പഠിച്ചു പോകുന്നതാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഹിബിറ്റർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ? സ്ട്രെപ്റ്റോമൈസിൻ, ആന്റിമൈസിൻ എ, സയനൈഡ്, പൈറിഡ്സിൻ എ. ഏതാണ് ആൻസർ? ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഹിബിറ്റർ. ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അഫക്ട് ചെയ്യാത്തത് സ്ട്രെപ്റ്റോമൈസിൻ. It is not an inhibitor of electron transport chain because it is an antibiotic that affects ribosomes. ഓരോ ആന്റിബയോട്ടിക്കിന് ഓരോ റോൾ വരും. ബാക്കിയെല്ലാം അഫക്ട് ചെയ്യുന്നത്, ആന്റിമൈസിനെ അഫക്ട് ചെയ്യുന്നത് കോംപ്ലക്സ് 3A ആണ്. സയനൈഡ് അഫക്റ്റിംഗ് കോംപ്ലക്സ് 4 ആൻഡ് പൈറിഡ്സിൻ എ അഫക്റ്റിംഗ് കോംപ്ലക്സ് 1. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലെ കോംപ്ലക്സ് 1നെയും 3A 4നെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. 1നെ അഫക്ട് ചെയ്യുന്ന പൈറിഡ്സിൻ എ ആണ്. ദെൻ 4നെ അഫക്ട് ചെയ്യുന്നതാണ് സയനൈഡ്, 3A അഫക്ട് ചെയ്യുന്നതാണ് ആന്റിമൈസിൻ എ. സോ സ്ട്രെപ്റ്റോമൈസിൻ ഈസ് ദ ആൻസർ. 18th question. A plasma protein that binds hemoglobin is a plasma protein that binds to hemoglobin is albumin,
hemopexin, haptoglobin, none of the above. A plasma protein that binds hemoglobin. നമ്മുടെ ഹീമോഗ്ലോബിനിലെ പ്രോട്ടീൻസ് എല്ലാം നമ്മുടെ സിറത്തിലെ പ്ലാസ്മയിലെ പ്രോട്ടീൻസ് എല്ലാം കാരിയർ മോളിക്യൂൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഓരോന്നിനും ഓരോ റോളുണ്ട്. ആൽബുമിൻ ഒരു ലാർജ് മോളിക്യൂളാണ്. ഇറ്റ് ക്യാരി ബിലിറൂബിൻ ഉൾപ്പെടെ കോൺജുഗേറ്റ് ചെയ്യുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ ക്യാരി ചെയ്യുന്നതാണ് ആൽബുമിൻ. ഹീമോപെക്സിൻ ആൻഡ് ഹാപ്റ്റോഗ്ലോബിൻ, നൺ ഓഫ് ദ എബോവ്. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം, കാരണം ഇതിലെ പ്ലാസ്മ പ്രോട്ടീനെ ബൈൻഡ് ചെയ്യുന്ന ഒരു ഹീമോഗ്ലോബിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഹീമോഗ്ലോബിനെ ബൈൻഡ് ചെയ്യുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ദ പ്രോട്ടീൻ, പ്ലാസ്മ പ്രോട്ടീൻ ദാറ്റ് ബൈൻഡ് ഹീമോഗ്ലോബിൻ ഈസ്, അപ്പൊ നൺ ഓഫ് ദ എബോവ് നമുക്ക് സ്കിപ്പ് ചെയ്യാം, കാരണം ഇതിലൊരു ആൻസർ പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ ഒരെണ്ണം ആൻസർ ആയിരിക്കും. അതിന്റെ ഒരു ലോജിക് ആണ്, അതൊരു പോസിബിലിറ്റിയാണ്. സോ ഇത് മൂന്നില് ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ചില ക്വസ്റ്റ്യനിൽ അത് ഞാൻ ഇവിടെ പറയുന്നില്ല, ഇവിടെ അത് തെറ്റാണ്. കാരണം ഈ ക്വസ്റ്റ്യനിലും ആൻസറിലും ഒരേ വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് വരാം. ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം ആണ്. അതുകൊണ്ട് തന്നെ അത് എന്തെങ്കിലും ഒരു കണക്ഷൻ അത് തമ്മിൽ വരും. നോർമലി ക്വസ്റ്റ്യൻ ആൻസറും തമ്മിൽ. പക്ഷെ ചില കാര്യങ്ങളിൽ അത് വരില്ല. അല്ലെങ്കിൽ അതിന്റെ ഓപ്ഷൻസ് വരുമ്പോൾ നമ്മളെ മനഃപൂർവ്വം മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി അതിന്റെ ഓപ്ഷൻസ് ഡെലിബറേറ്റ്ലി ചില പേരുകൾ, ചില വേർഡ്സ് കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ദ പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡ് ഹീമോഗ്ലോബിൻ. നിങ്ങളൊന്ന് ഗസ് ചെയ്യൂ, ഏതായിരിക്കും ആൻസർ? ഹാപ്റ്റോഗ്ലോബിൻ. ഹാപ്റ്റോഗ്ലോബിൻ തന്നെയാണ് ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. വാട്ട് അബൌട്ട് ഹെമോപെക്സിൻ? ഹെമോപെക്സിൻ എന്തുമായിട്ടാണ് ബൈൻഡ് ചെയ്യുക? ഹെമോപെക്സിൻ ബൈൻഡ് ടു ഹീം. അപ്പൊ ഒരു പുതിയൊരു അറിവ് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു അറിവ് കിട്ടി. ഈ ഓപ്ഷൻ എന്താണെന്ന് നോക്കുക. ഹെമോപെക്സിൻ ബൈൻഡ് ടു ദ ഹീം ആൻഡ് ഹാപ്റ്റോഗ്ലോബിൻ ഈസ് ബൈൻഡ് ടു ദ ഹീമോഗ്ലോബിൻ. അതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസും പഠിക്കാം. ബാക്കിയുള്ള ബിലിറൂബിനൊക്കെ ബൈൻഡ് ചെയ്യുന്നതാണ് ആൽബുമിന്റെ റോൾ. ആൽബുമിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരിയർ മോളിക്യൂൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. The least dense lipoproteins are LDL, HDL. എല്ലാതിന്റെ പേര് നോക്കുക. വെരി ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അപ്പൊ ഒരിക്കലും നമുക്ക് പേരുകൾ വെച്ചിട്ടുണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. HDL അല്ല, പിന്നെ LDL അല്ല സ്കിപ്പ് ചെയ്യാം. പിന്നെ വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണോ കൈലോമൈക്രോൺ ആണോ എന്നുള്ളതാണ് നമുക്കൊരു ഡൗട്ട് വരിക. ആ സമയത്ത് ഇതില് നമുക്കിത് അറിയാലോ, അപ്പോ ലിപ്പോപ്രോട്ടീൻസ്, അപ്പോ B48, അപ്പോ B100, അങ്ങനെയുള്ള ഒരുപാട് ലിപ്പോപ്രോട്ടീൻസും അപ്പോ പ്രോട്ടീൻസ് ഇതിൽ വരുന്നു. ലിപ്പോപ്രോട്ടീൻസ് അല്ല, അപ്പോ പ്രോട്ടീൻസ് ഇതിൽ വരുന്നു. സോ ഇവിടെ ആൻസർ ഏറ്റവും വെയിറ്റ് കുറഞ്ഞത്, ലീസ്റ്റ് ഡെൻസ് എന്ന് പറയുന്നത് കൈലോമൈക്രോൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ലിപ്പിഡ് സ്റ്റോറേജ് ഡിസീസ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നമ്മുടെ പേഷ്യന്റെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ സിറം സെപ്പറേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മേ ബി ലിപ്പിമിക് ആയിരിക്കാം സിറം. നെക്സ്റ്റ് ഡേയിലേക്ക് താഴെ നല്ല ക്ലിയർ ആയിട്ടുള്ള സിറം വന്നിട്ട് മേലെ ഒരു ടർബിഡ് ആയിട്ടുള്ളൊരു ഡെപ്പോസിഷൻ മേലെ വരാം. അത് കൈലോമൈക്രോൺസ് ആണ്. കാരണം അതിന് എത്രയും വെയിറ്റ് കുറവായതുകൊണ്ട് അത് ഏറ്റവും മേലേക്ക് എത്തിയിട്ട് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് നമ്മൾ ചിലപ്പോൾ 24 hour ഒക്കെ വെച്ച് നെക്സ്റ്റ് ഡേയിലേക്ക് മാത്രമേ ചിലപ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയൂ. ദ ലീസ്റ്റ് ഡെൻസ് ലിപ്പോപ്രോട്ടീൻസ് ആർ കൈലോമൈക്രോൺസ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ഒരു ലോജിക്ക്, ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതിന്റെ ഒരു സിമ്പിൾ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാണ്. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് R എന്നാണ്. R ഒരു ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലോജിക്കാണ്. ഇത് ബാക്കിയുള്ള സ്ഥലത്ത് ചിലപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ശരിയാവണമെന്നില്ല. അത് നമ്മൾ ബൈ പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. ദ ലീസ്റ്റ് ഡെൻസ് ലിപ്പോപ്രോട്ടീൻസ് ആർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഓപ്ഷൻസിൽ കൈലോമൈക്രോൺസ്,
ഒരു പ്ലൂരൽ ടച്ച് വന്നിരിക്കുന്നുണ്ടല്ലേ, അങ്ങനെ നമുക്ക് ആൻസറിലോട്ട് എത്താം. അപ്പൊ നമ്മുടെ തിയറിറ്റിക്കൽ നോളജിൽ കൈലോമൈക്രോൺ ആണോ എന്ന് നമുക്കൊരു സംശയം വരുന്നതിനപ്പുറം ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് സിമ്പിൾ ഒരു ലോജിക്ക്, പ്രോട്ടീൻസ് എന്ന് വരുന്നതുകൊണ്ടാണ് അവിടെ ആർ എന്നുള്ള ടേം വരുന്നത്. ഒപ്പം തന്നെ കൈലോമൈക്രോൺസ് ഒരു എസ് വന്നിരിക്കുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ കൈലോമൈക്രോൺ എന്ന് കൊടുത്താൽ മതി. ദ ലീസ്റ്റ് ഡെൻസ് ലിപ്പോപ്രോട്ടീൻ ഈസ് എന്ന് വെച്ചിട്ടും കൊടുക്കാം. അവിടെ കൈലോമൈക്രോൺ വന്നു കഴിഞ്ഞാൽ കൈലോമൈക്രോൺ തന്നെയാണ്. അവിടെ ഒരു പ്ലൂറൽ വരുന്നതുകൊണ്ട് ഓപ്ഷൻസിലും ആ പ്ലൂറൽ വരും. അങ്ങനെ സിമ്പിൾ നമുക്ക് നമ്മുടെ ഇതൊരിക്കലും MLT ആയിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, ഇതിന്റെ ഒരു ഗ്രാമാറ്റിക്കലി ഉള്ള ഒരു കണക്ഷനാണ് ഞാൻ പറഞ്ഞത്. സിംഗുലർ പ്ലൂറൽ അങ്ങനെ നമുക്ക് ആൻസർ നോളജ് വേണം. എന്താണ് VDL, എന്താണ് HDL, എന്താണ് LDL എന്നെല്ലാം. ഒപ്പം തന്നെ നമ്മൾ ചൂസ് ചെയ്ത ആൻസർ ശരിയാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ലോജിക്ക് കൂടി അപ്ലൈ ചെയ്യാൻ കഴിയും. Next question, the coenzyme for pyruvate decarboxylase is. The coenzyme for pyruvate decarboxylase is biotin, thiamine pyrophosphate, coenzyme A, pyridoxal phosphate. ബയോട്ടിൻ ആണോ? Okay, question നോക്കാം. The coenzyme for pyruvate decarboxylase. The coenzyme for pyruvate decarboxylase. അപ്പൊ പൈറുവേറ്റ് ഡീകാർബോക്സിലേസിന് സ്പെസിഫിക് ആയിട്ടുള്ള കോഎൻസൈം ഏതാണെന്നാണ് ചോദ്യം. ബയോട്ടിൻ തന്നെയാണ് പൈറുവേറ്റ് ഡീകാർബോക്സിലേസിന് കോഎൻസൈമായി ആക്ട് ചെയ്യുന്നത് ബയോട്ടിൻ തന്നെയാണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നോക്കാം. തൈമിൻ പൈറോഫോസ്ഫേറ്റ്, ഇറ്റ്സ് എ കോഎൻസൈം ഫോർ പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്, നോട്ട് കാർബോക്സിലേസ്. അപ്പൊ നമ്മൾ അത്രയും തറവായിട്ട് പഠിക്കണം. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസിന്റെ കോഎൻസൈം ആണ് തൈമിൻ പൈറോഫോസ്ഫേറ്റ്. പൈറുവേറ്റ് കാർബോക്സിലേസിന്റെ കോഎൻസൈം ബയോട്ടിൻ ആണ്. അടുത്ത ഓപ്ഷൻ കോഎൻസൈം എ എന്ന് പറയാം. പക്ഷെ കോഎൻസൈം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റൈൽ ഗ്രൂപ്പ് ട്രാൻസ്ഫറിനാണ് കോഎൻസൈം എ ഒരു കോഎൻസൈം ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നത്. കോഎൻസൈം എ ആക്ട് ചെയ്യുന്നത് അസറ്റൈൽ ഗ്രൂപ്പ് ട്രാൻസ്ഫറിനാണ്. Then next option PLP. PLP എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ കോഎൻസൈം ഫോർ pyridoxal phosphate. Is a coenzyme for aminotransperases. Pyridoxal phosphate is a coenzyme for aminotransperases. So the answer is biotin. Next question, caffeine act by inhibiting the action of. അപ്പൊ കഫീൻ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. Caffeine act by inhibiting the action of. ഇതിലും ഒരു സത്യം പറഞ്ഞ ഒരു കോൺട്രവേഴ്സിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Caffeine act by inhibiting the action of. ആക്ഷൻ ഉള്ള ആർക്കാണ്? എൻസൈംസിനാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ വരുന്നത് ഫോസ്ഫോഡൈഎസ്റ്ററേസസ് ആണ് ആൻസർ വരുന്നത്. പക്ഷെ നമ്മുടെ PSC എക്സാമിന്റെ ആൻസർ കീ പ്രൊഡ്യൂസ് ചെയ്തതിൽ ATP എന്നാണ് പറയുന്നത്. കാരണം കഫീൻ ആക്ട് ബൈ ദ ഇൻഹിബിറ്റിംഗ് ദ ആക്ഷൻ ഓഫ്. ആക്ഷൻസ് വരുന്ന ആരാ? എൻസൈംസിനാണ്. അപ്പൊ ഇതിൽ ATP എന്നുള്ളത് ഏറ്റവും റോങ് ആൻസർ ആണ്. ഫോസ്ഫോഡൈഎസ്റ്ററേസ് അല്ലെങ്കിൽ ഫോസ്ഫറ്റേറ്റ് പ്രോട്ടീൻ കൈനേസ് ഇതൊക്കെ തന്നെ എൻസൈംസിനാണ് ആക്ഷൻ ഉള്ളത്. ഒരിക്കലും ATPക്ക് ആക്ഷൻ ഇല്ല. ATP എന്ന് പറഞ്ഞാൽ എന്താ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ഒരു എനർജിയാണത്. എനർജി മീൻസ് എനർജി മോളിക്കൂളാണ്. ATP യൂട്ടിലൈസ് ചെയ്തത് ADP ആയി മാറുന്നു. ആ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് യൂസ് ചെയ്ത് ADP ആയി മാറുന്നു. നമ്മുടെ PSC എക്സാമിന്റെ ആൻസർ കീയിൽ അവർ പ്രൊവൈഡ് ചെയ്തത് ATP എന്ന ആൻസർ ആയിരുന്നു. പക്ഷേ കഫീൻ ആക്ട് ബൈ ഇൻഹിബിറ്റിംഗ് ദ ആക്ഷൻ ഓഫ് ഫോസ്ഫോഡൈഎസ്റ്ററേസ് ആണ് ഇതിന്റെ ആൻസർ. ബുക്സിലാണെങ്കിലും നമ്മളിപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും ഇതാണ് ആൻസർ പറയുന്നത്. പക്ഷേ PSC എക്സാമിന്റെ ആൻസർ കീയിൽ അവർ കൊടുത്തിരിക്കുന്നത് 24th ക്വസ്റ്റ്യൻ A ബുക്ക്ലെറ്റിൽ കൊടുത്തിരിക്കുന്നത് ATP എന്നുള്ള ആൻസർ ആയിരുന്നു. ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രോത്ത് ഹോർമോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ.
ഗ്രോത്ത് ഹോർമോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ, ഇറ്റ്സ് ആക്ച്വലി നോട്ട് ബയോകെമിസ്ട്രി, ബട്ട് ഹോർമോൺ ആയതുകൊണ്ട് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്താണ്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, ഹൈപ്പോതലാമസ്, ആന്റീരിയർ പിറ്റ്യൂട്ടറി, തൈറോയിഡ് ഗ്ലാൻഡ്. നമ്മളെപ്പോഴും നമ്മുടെ MLT സബ്ജക്ട്സ് എല്ലാം പഠിക്കുമ്പോൾ PSC എക്സാമിന് കുറച്ച് അനാട്ടമി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അനാട്ടമി നമ്മൾ ശരിക്കും പഠിച്ചു പോവില്ല, പക്ഷെ അനാട്ടമി കൂടി നമ്മുടെ ക്വസ്റ്റ്യനിൽ മോസ്റ്റ് പ്രോബബ്ലി വരാം. ഗ്രോത്ത് ഹോർമോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ, ഗ്രോത്ത് ഹോർമോണിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന ഹോർമോൺസിൽ ബയോകെമിസ്ട്രി ആണെന്ന് പറഞ്ഞാൽ പോലും ഇത് ആക്ച്വലി അനാട്ടമിയാണ്. സോ ആരാണ് ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്നു. അവിടെയാണ് ഗ്രോത്ത് ഹോർമോൺസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരെണ്ണം പറയൂ. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ഓക്സിറ്റോസിൻ, ചൈൽഡ് ബർത്തിനുള്ള എല്ലാം, ലാക്ടേഷനും അങ്ങനെയുള്ള എല്ലാം. അതേപോലെ ADH, ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ഡയബറ്റിക് ഇൻസിപ്പിഡസിൽ ഇതിന്റെ പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ടാണ് വാട്ടർ റീടെൻഷൻ, റീഅബ്സോർപ്ഷൻ നടക്കാതെ ഒരുപാട് വാട്ടർ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്നുണ്ട് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിക്ക്. അതാണ് ADH-ഉം ഓക്സിറ്റോസിനും, വാസോപ്രസിനും ഓക്സിറ്റോസിനും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്സിറ്റോസിൻ ചൈൽഡ് ബർത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്, യൂട്രൈൻ കൺട്രാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ADH, ആന്റി ഡയൂററ്റിക് ഹോർമോൺ, അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ന് പറയുന്നത് കിഡ്നി ട്യൂബ്യൂൾ എന്ന് വാട്ടർ റീഅബ്സോർപ്ഷന് സഹായിക്കുന്നതാണ്. സോ ഗ്രോത്ത് ഹോർമോൺ. ഒപ്പം തന്നെ വേറെ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഗ്രോത്ത് ഹോർമോൺ അല്ലാതെ? വേറെ എന്തൊക്കെ ഹോർമോൺസ് ആന്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ആന്റീരിയർ പിറ്റ്യൂട്ടറി ഒരുപാട് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെ? തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ T3, T4, T3, TSH, T4, കേട്ടില്ല? T3, T4, TSH. എല്ലാവരും പറയുന്ന മിസ്റ്റേക്ക് ആണിത്. T3, T4 തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ആന്റീരിയർ പിറ്റ്യൂട്ടറി. സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, എവിടെ ഏത് ഹോർമോണിന്റെ കൂടെ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് വന്നോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോർമലി നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആയിരിക്കും. ആന്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഗ്രോത്ത് ഹോർമോൺ, നമ്മുടെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഇറ്റ് സ്റ്റിമുലേറ്റ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് ടു പ്രൊഡ്യൂസ് T3 ആൻഡ് T4. അതേപോലെ അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ഇറ്റ് സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് കോർട്ടിക്കോയിഡ്സ്, കോർട്ടിസോൾസ് ആൻഡ് മിനറാലോകോർട്ടിക്കോയിഡ്സ്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എല്ലാം പഠിച്ചിട്ടില്ലേ? അതിനെ ചെയ്യുന്നു. പിന്നെ പ്രൊലാക്റ്റിൻ, FSH, LH, ലൂട്ടിനൈസിംഗ് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായിക്കോളൂ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പിറ്റ്യൂട്ടറി ആയിരിക്കും. അതിൽ തന്നെ സ്റ്റിമുലേറ്റിംഗ് വരുമ്പോൾ നമുക്ക് മറ്റേ ന്യൂറോ ഹൈപ്പോഫൈസിസ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. സോ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരിക്കലും ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് നടത്തുന്ന സമയത്ത്, ലാബ് ടെക്നീഷ്യനുള്ള ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് അവരോട് ചോദിക്കാറുണ്ട് TSH പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയാണ്? സിംപ്ലി അവർ പറയും തൈറോയ്ഡ് ഗ്ലാൻഡ്. എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും TSH പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോയ്ഡ് ഗ്ലാൻഡ് ആണെന്നുള്ള ഒരു മിഥ്യാധാരണയിൽ പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഇവിടെ ആൻസർ പറഞ്ഞ ആള് പറഞ്ഞതിനൊരു ഞാൻ മിസ്റ്റേക്ക് ആയിട്ട് പറയുന്നില്ല, അത് നമ്മൾ പഠിക്കുന്നുണ്ടല്ല. പക്ഷെ നമ്മുടെ ഒരു നോർമൽ പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റിൽ എന്തൊക്കെ ടെസ്റ്റ് വരുന്നു? T3, T4, TSH. സോ തൈറോയ്ഡ് ഗ്ലാൻഡ് ടെസ്റ്റുകൾ ഏതൊക്കെ, അല്ലെങ്കിൽ ഏതൊക്കെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? T3, T4, TSH.
അത് ക്ലിനിക്കൽ സൈഡിലൂടെ വരുമ്പോൾ അങ്ങനെ ഒരു നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ തന്നെ ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് TSH ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ തൈറോയ്ഡ് ഗ്ലാൻഡ്. ഇവിടെ ഈ തൈറോയ്ഡ് ഓപ്ഷനിൽ വന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇത് ഒരുപാട് പേര് കമ്മിറ്റ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. സോ ദ ആൻസർ ഈസ് ആന്റീരിയർ പിറ്റ്യൂട്ടറി, അല്ലെങ്കിൽ പറയാ അഡിനോ ഹൈപ്പോഫൈസിസ്. Okay, next question. A gene that has got introns in it is globin, beta adrenergic receptor, histones, interferon. A gene that has got introns in it. ഇൻട്രോൺസ് കാണുന്ന ജീന് കാണുന്നത് ഏതിലാണ്? ജീൻ ദാറ്റ് ഹാസ് ഗോട്ട് ഇൻട്രോൺസ് ഇൻ ഇറ്റ് ഈസ് ഏതായിരിക്കും? ഒന്ന് ടെസ്റ്റ് ചെയ്തോളൂ, തെറ്റിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇതെല്ലാം ജെനറ്റിക്സ് ലെവലിലേക്ക് വരുന്ന കാര്യങ്ങളും ആയിരിക്കാം. A gene that has got introns in it is, അത് പറയുന്നില്ല, ഇറ്റ് ഈസ് ഗ്ലോബിൻ. കാരണം ഗ്ലോബിനകത്ത് നമുക്ക് ഇൻട്രോൺസ് കാണാം. അതുപോലെ ബീറ്റ അഡ്രിനർജിക് റിസപ്റ്ററിലും ഇൻട്രോൺസ് കാണാം, പക്ഷെ അതിന് റെലവൻസി കുറവാണ്. എപ്പോഴും നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ മോസ്റ്റ് ആക്യുറേറ്റ് ആയ ഓപ്ഷൻസ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റേഴ്സിലും നമുക്ക് ഇൻട്രോൺസ് കാണാം, ബട്ട് ഹിസ്റ്റോൺസിലും ഇന്റർഫെറോൺസിലും ഇൻട്രോൺസ് കാണില്ല. പക്ഷെ ഇത് രണ്ടിലും ഇൻട്രോൺസ് കാണാം നമുക്ക്. സോ ഇതിന്റെ ആൻസർ ഗ്ലോബിനാണ്. എന്താണ് ഇൻട്രോൺസ്? ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോവാം. ഇൻട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇൻട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കോഡിംഗ് റീജിയൻ ഓഫ് എ ജീൻ. ജീനിന്റെ നോൺ കോഡിംഗ് റീജിയൻ ആണ് നമ്മൾ ഇൻട്രോൺസ് എന്ന് പറയുക. അപ്പോൾ RNA സ്പ്ലൈസിംഗ് ടെക്നിക്കൽ പ്രോസസ് സമയത്ത്, RNA സ്പ്ലൈസിംഗ് പ്രോസസ് സമയത്ത് ഈ ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യും. അതിനെ റിമൂവ് ചെയ്യും. അപ്പൊ ഇത് ദേ ഡു നോട്ട് കോഡ് ഫോർ പ്രോട്ടീൻസ്. അത് പ്രോട്ടീനെ കോഡ് ഒന്നും ചെയ്യുന്നില്ല. അതിനാണ് ഇൻട്രോൺസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ നോൺ കോഡിംഗ് റീജിയൻ ഓഫ് എ ജീൻ ഈസ് കോൾഡ് ഇൻട്രോൺസ്. Then 28th question. A non-ionic media used for the density gradient centrifugation. A non-ionic media is used for the density gradient centrifugation is sodium bromide, calcium chloride, calcium sulfate, Ficol. A non-ionic media used for density gradient centrifugation. Sorry? Cesium chloride. Cesium chloride. Okay. Cesium chloride. അത് നമ്മൾ ആക്ച്വലി ഈ പറയുന്ന DNA ഡെൻസിറ്റി ഗ്രേഡിയന്റ് ആയിട്ട് യൂസ്ഡ് ഇൻ DNA ഡെൻസിറ്റി ഗ്രേഡിയന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് അയോണിക്. ഇവിടെ ചോദ്യം എന്താണ്? നോൺ അയണിക് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫീക്കോൾ ആണോ? ഫീക്കോൾ ആണ്. ഇറ്റ് ഈസ് നോൺ അയണിക്. അതാണ് അതിന്റെ റൈറ്റ് ആൻസർ. സോഡിയം ബ്രോമൈഡ് എന്ന് പറയുന്നത് അയോണിക് ആണ്, DNA പ്രസിപ്പിറ്റേഷൻ യൂസ് ചെയ്യുന്നതാണ്. സീസിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് DNA ഡെൻസിറ്റി ഗ്രേഡിയന്റ് ആണ്, പക്ഷെ ഇറ്റ് ഈസ് അയോണിക് ആണ്. ദെൻ സീസിയം സൾഫേറ്റ് എന്ന് പറയുന്നത് അതും അയോണിക് ആണ്. അപ്പൊ നോൺ അയണിക് വരുന്നത് ഇവിടെ ഫീക്കോൾ മാത്രമാണ്. നോൺ അയണിക് ആയിട്ടുള്ള മീഡിയ യൂസ്ഡ് ഫോർ ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ. Sorry, next question. When a blood sample has to be collected simultaneously for glucose and urea analysis, the preferred anticoagulant is sodium fluoride, iodoacetate, EDTA, and citrate.
When a blood sample has to be collected simultaneously for glucose and urea analysis, the preferred anticoagulant is sodium fluoride, iodoacetate, EDTA, citrate. അപ്പൊ ഇവിടെ യൂറിയയും ഗ്ലൂക്കോസും ചെയ്യണം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരിക്കലും ഗ്ലൂക്കോസ് ചെയ്യാൻ നമ്മൾ യൂറിയ ചെയ്യാൻ നമുക്ക് EDTA യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സിട്രേറ്റ് ഈസ് എ വെറ്റ് ആന്റികോയാഗുലന്റ്, ഇറ്റ് പ്രൊഡ്യൂസ് ഡയലൂഷൻ. ഇത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഈ രണ്ട് ഓപ്ഷൻസിലാണ് നമുക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ളൂ. കാരണം ഷുഗർ ചെയ്യണമെങ്കിൽ സോഡിയം ഫ്ലൂറൈഡ് യൂസ് ചെയ്യാം. ബട്ട് ഇവിടെ യൂറിയ അനാലിസിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി, യൂറിയ അനാലിസിസിന് കൂടി ഉപയോഗിക്കണം എന്നുള്ളൊരു ടേം കൂടി വരുന്നുണ്ട്. സോ ഏത് യൂസ് ചെയ്യാം? അയോഡോഅസറ്റേറ്റ് ആണ്. അയോഡോഅസറ്റേറ്റ് തന്നെയാണ് നമ്മുടെ എക്സാമിന്റെ ആൻസർ കീയിൽ വരുന്നത്. പക്ഷെ അയോഡോഅസറ്റേറ്റ് നമ്മളൊരു ആന്റികോയാഗുലന്റ് ആയിട്ട് റുട്ടീൻ യൂസ് ചെയ്യാറുണ്ടോ? ഇപ്പോൾ നമുക്ക് യൂറിയ ചെയ്യണം, ഗ്ലൂക്കോസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് സോഡിയം ഫ്ലൂറൈഡ് ട്യൂബിൽ ഗ്ലൂക്കോസിന് എടുക്കാം, അതിനുശേഷം ക്ലോട്ട് ട്യൂബിൽ യൂറിയ അനാലിസിസിന് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും കൂടി ക്ലോട്ട് ട്യൂബിൽ എടുത്തിട്ട് പെട്ടെന്ന് പ്രൊസീഡ് ചെയ്താൽ മതി. ഷുഗറിന്റെ ലെവൽ കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഡിയം ഫ്ലൂറൈഡ് പൊട്ടാസ്യം ഓക്സലേറ്റ്. ഇതിൽ സോഡിയം ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് ഒരു എൻസൈം പോയിസൺ ആണ്, ആക്ടോൺ ഇനോലൈസ് എൻസൈം that prevent the conversion of phosphoenol pyruvate to pyruvate. ഗ്ലൈക്കോളിസിസിലെ ഒരു ഇറിവേഴ്സിബിൾ സ്റ്റെപ്പ് ആയിട്ടുള്ള കൺവേർഷൻ ഓഫ് ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള കൺവേർഷൻ ഓഫ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ടു പൈറുവേറ്റ്, അതിനെ പ്രിവെന്റ് ചെയ്യുന്ന എൻസൈമാണ് ഇനോലേസ്. ആ ഇനോലേസ് എൻസൈമിനെയാണ് അതിനെ ആ സ്റ്റെപ്പ് ക്യാരി ചെയ്യുന്ന എൻസൈമാണ് ഇനോലേസ്. അതിനെ പ്രിവെന്റ് ചെയ്യുന്ന കോമ്പൗണ്ട് ആണ് സോഡിയം ഫ്ലൂറൈഡ്. അപ്പൊ സോഡിയം ഫ്ലൂറൈഡ് പൊട്ടാസ്യം ഓക്സലേറ്റ് എടുക്കുമ്പോൾ പൊട്ടാസ്യം ഓക്സലേറ്റ് കോയാഗുലേഷൻ പ്രിവെന്റ് ചെയ്യുന്നു, സോഡിയം ഫ്ലൂറൈഡ് ഇനോലേസിൽ ആക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഷുഗർ ലെവൽ കൺസിസ്റ്റന്റ് ആയി നിലനിർത്തുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഷുഗർ ചെയ്യാൻ പക്ഷെ ഇവിടെ അയഡോ അസറ്റേറ്റ് എന്നാണ് ആൻസർ കീയിൽ വരുന്നത്. പക്ഷെ അയഡോ അസറ്റേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ആക്ച്വലി ആന്റികോയാഗുലന്റ് ആയിട്ട്. പക്ഷെ തിയറി ബുക്കിൽ എവിടെ ഇങ്ങനെ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് ഈ എക്സാം ഇടുന്ന ആ തിയറി ബുക്ക് റെഫർ ചെയ്ത് അതിന് ക്വസ്റ്റ്യൻ ഇടുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു കണ്ടപ്പോൾ അവരിട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ നമ്മുടെ പല ക്വസ്റ്റ്യൻസും നമ്മളെ പെടുത്താനുള്ള ഒരു ട്രാപ്പായിട്ടും വരാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഒരു ലോജിക്ക് അല്ലെങ്കിൽ സിമ്പിൾ നോളേജ് കൂടി നമുക്ക് വേണം. സോഡിയം ഫ്ലൂറൈഡ് യൂസ് ചെയ്യാം, അപ്പൊ ഷുഗറിന് അത് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ യൂറിയ അനാലിസിസ് എന്നുകൂടി സൈമിൾട്ടേനിയസ്ലി എന്നുള്ളൊരു ടേം കൂടി വന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് രൂപയിൽ കളക്ട് ചെയ്താൽ ഓക്കെയാണ്, ക്ലോട്ടിൽ എടുത്താൽ മതി യൂറിയ അനാലിസിസ് ചെയ്യാൻ. ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് ലോജിക്ക് ഉപയോഗിച്ച് നമുക്ക് ഉറപ്പാണ് അയോഡോഅസറ്റേറ്റ് യൂസ് ചെയ്യാം എന്ന് നിങ്ങൾ എവിടെയെങ്കിലും ബുക്കിൽ പഠിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആൻസർ ചെയ്യാം. അതർവൈസ് ആ ഓപ്ഷൻ സ്കിപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ബുദ്ധി ഏറ്റവും നല്ലത്. സോഡിയം ഫ്ലൂറൈഡ് യൂസ് ചെയ്യാം, പല ബുക്സിലും സോഡിയം ഫ്ലൂറൈഡ് യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ യൂറിയ അനാലിസിസിനും നമുക്ക് എടുക്കാം. പക്ഷെ ഇവിടെ സ്പെസിഫിക് ആയിട്ടൊരു ആൻസർ വരുന്നത് അയഡോ അസറ്റേറ്റ് ആണ്. Then the last question, a standard free energy change for an ATP hydrolysis to ADP and the PI is, അതായത് PI ADP ATP കൺവേർട്ടർ ആയിട്ട് ADP ആയി മാറും. അതായത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നഷ്ടപ്പെട്ടിട്ട് ATP ADP ആയി മാറുമ്പോൾ അവിടുത്തെ PI എന്താണ്, വാല്യൂ എത്രയാണെന്നാ പറയുന്നത്? ദ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി. എന്തായിരിക്കും? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ. എത്രത്തോളം എനർജി റിലീസ് ചെയ്യുന്നു എന്നാണ്. when one molecule of ATP is converted into ADP.
the inorganic phosphate, that is Pi. അപ്പൊ അതിന്റെ വാല്യൂ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ എനർജി എത്രയാണ്, ഫ്രീ എനർജി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. It is 30.5 minus 30.5 kilojoule per mole is the correct answer. 45 എന്ന് പറയുമ്പോൾ അതൊരു 2 ഹൈ വാല്യൂ ആണ്, 10 എന്ന് പറയുന്നത് 2 ലോ വാല്യൂ ആണ്, അതേപോലെ 61 എന്നൊക്കെ പറഞ്ഞ എക്സൈസിന്റെ ഡബിൾ വരും. അപ്പോൾ ഇനോർഗാനിക് ഫോസ്ഫേറ്റിന്റെ ഫ്രീ എനർജി എന്ന് പറയുന്നത് ഏകദേശം 30.5 കിലോ ജൂൾസ് ആണ്. ഓക്കെ, ഇത്രയാണ് ഇതില് ക്വസ്റ്റ്യൻസ് വരുന്നത്, ബയോകെമിസ്ട്രി പാർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മുടെ ഈ ജെഎസ്ഒ പോലെയുള്ള അല്ലെങ്കിൽ ഒരു ലാബ് ടെക്നീഷ്യൻ PSC എക്സാമിനാണെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് കണ്ടോ അത് മൈക്രോബയോളജി ആണോ, പത്തോളജി ആണോ, ബയോകെമിസ്ട്രി ആണോ, അത് ഇതൊന്നും അല്ലാതെ ജനറൽ ടോപ്പിക് ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ ഇനിയുള്ള പത്തോളജിയിൽ ബാക്കി ക്വസ്റ്റ്യൻസും, മൈക്രോബയോളജിയിൽ അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസും, ബയോകെമിസ്ട്രിയിൽ ബാക്കിയുള്ള ജനറൽ അനാട്ടമി പോലത്തെ ക്വസ്റ്റ്യൻസും അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ട്സുകളോ എന്തെങ്കിലും കാര്യങ്ങളോ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ PSC എക്സാമിനെ കുറിച്ച് ജനറലി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അറിയുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞു തരാം. അതേപോലെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ, എന്തെങ്കിലും സജഷൻസ് കമന്റ്സ് അറിയിക്കണമെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാം. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കമന്റ്സ് എന്തെങ്കിലും അറിയിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.